ജിജു പി അലക്സിനോട് ഞാൻ ചോദിക്കുകയാണ്, ആസൂത്രണ ബോർഡ് അംഗം എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇതൊക്കെ കുറെ കൂടി ഹാൻഡ്സ് ഓൺ നോളജ് ഉണ്ടാവും ഇക്കാര്യത്തിൽ. കേന്ദ്രം നേരിടുന്നത് അഭൂതപൂർവമായ, നമുക്ക് തരുന്നത് അഭൂതപൂർവമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന വലിയ ആഘാതം തന്നെയല്ലേ? അതിനെ വകയിരുത്തിക്കൊണ്ട് വേണ്ടേ ഈ ചർച്ചകളാകെ മുന്നോട്ട് പോകാൻ? ജിജു പി അലക്സ്, ഇതിൻ്റെ കണക്കുകൾ കാണുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നേരത്തെ ശ്രീ സലാം സൂചിപ്പിച്ചതുപോലെ മുഴുവൻ വരുമാനത്തിൻ്റെ കണക്കുകൾ നിരത്തുമ്പോൾ ഏറ്റവും കുറവ് കാണുന്നത് കേന്ദ്ര വിഹിതത്തിലുള്ള കുറവാണ്. മറ്റുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിലും നമുക്ക് ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നികുതി വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നികുതിയേതര വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്ലാൻ ബി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ പ്ലാൻ ബി എന്നുള്ളത് തീർച്ചയായും സ്വന്തം വരുമാനം കൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ മുൻഗണനകളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്, അതാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ ഒരു ചെറിയ സംസ്ഥാനം, ഇന്ത്യൻ യൂണിയനിലെ ഒരു ചെറിയ സംസ്ഥാനത്തിന് ഏതെങ്കിലും പ്രത്യേകമായ അധികാരങ്ങളോ അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളോ ഒന്നും അവകാശപ്പെടാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ തോതിൽ കേന്ദ്ര സഹായത്തിൽ കുറവ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുൻഗണനകളിൽ ചില മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കുന്നതിനുള്ള തീവ്രമായ ശ്രമം നടത്തും. ആ വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കുന്നതിൽ നമ്മൾ ചില കണക്കുകൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിലുണ്ടായിട്ടുള്ള കുറവ്, അത് 2021-22 നമുക്ക് ഏതാണ്ട് 47,800 കോടി രൂപ ലഭിച്ചിടത്ത് 2022-23 തൊട്ടടുത്ത വർഷം 45,300 കോടി രൂപയായിട്ട് അത് കുറയുകയാണ്. വലിയ തോതിലാണ് പിന്നീടുള്ള വർഷത്തിൽ കുറയുന്നത്. ഒരു ഉദാഹരണം, 2023-24 ഈ സംഖ്യ 33,000 കോടി രൂപയായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും രൂപ ഒറ്റയടിക്ക് കുറയുന്നു. ഏതാണ്ട് 12,000 കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് ബജറ്റും അതുപോലെ തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 2019-20 ഏതാണ്ട് നമ്മുടെ സ്വന്തം നികുതി വരുമാനം 50,300 കോടി രൂപയായിരുന്നത് 2023-24 ആയ സമയത്ത് 74,000 കോടി രൂപയായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് കാര്യക്ഷമമായിട്ടുള്ള നികുതി പിരിവ്, അതുപോലെ തന്നെ നികുതിദായകരായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ നേരിട്ട് അവരെ സ്പർശിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതുപോലെ നികുതിയേതര വരുമാനത്തിലും 2019-20 ഏതാണ്ട് 12,000 കോടി ഉണ്ടായിരുന്നത് 2023-24 വളരെ പരിമിതമായിട്ടുള്ള സ്രോതസ്സുകളേ ഉള്ളൂ, നമുക്കറിയാം. ആ സ്രോതസ്സുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2023-24 ഏതാണ്ട് 16,000 കോടിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം അതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്, ഇക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിലാണ് നമ്മളതിനകത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തുക, ഇപ്പോൾ കടത്തെക്കുറിച്ച് പറയാറുണ്ട് ചിലർ, ഈ കടം അതുപോലെ തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് നാം എടുക്കുന്ന ഈ തുക എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്, എത്രത്തോളം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കിഫ്ബി വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വിഭാവനം ചെയ്തത്. വലിയ തോതിൽ പശ്ചാത്തല സൗകര്യ സൃഷ്ടി നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മലബാർ പോലുള്ളൊരു മേഖലയിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ദേശീയപാതാ വികസനം ഉണ്ടാക്കാൻ പോകുന്ന ആ അനുരണനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ആ കോൺസിക്വൻസസ്, പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. ഇപ്പോൾ കേരളം മുഴുവൻ അതിൻ്റെ ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ കടം മേടിച്ചു അല്ലെങ്കിൽ കടം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, കേന്ദ്ര സഹായം കുറഞ്ഞതിൻ്റെ പേരിൽ എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ചെലവ് ചുരുക്കൽ പ്രക്രിയയിലേക്ക് നടന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊരു സമ്പദ് വ്യവസ്ഥയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം. ആ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് കഴിയുന്നത്ര അവരുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സ്വന്തം ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ആ രൂപത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ ആ തരത്തിൽ നമ്മുടെ വിഭവ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ മൂലധന നിക്ഷേപത്തിനും ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ മാനവ വിഭവങ്ങൾ വികസിപ്പിക്കുന്നതിനും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടത്തിനും നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മുമ്പ് പറഞ്ഞിരുന്നത് ഒരു സൺറൈസ് ഇക്കോണമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. സൺറൈസ് ഇക്കോണമിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നോളജ് ഇക്കോണമിയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം സിൽവർ ഇക്കോണമിയെക്കുറിച്ച് ഞാൻ വളരെ കൗതുകപൂർവ്വം അത് കേൾക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ല അദ്ദേഹം പറയുന്നത് എനിക്കറിയാം. പക്ഷേ
നോളജ് ഇക്കോണമി എന്നുള്ളതിൽ കേരളം എന്താ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, നമുക്ക് വലിയ ഘനവ്യവസായങ്ങൾക്കൊന്നും സാധ്യതയില്ല കേരളത്തിൽ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വലിയ തോതിലുള്ള നമ്മുടെ മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് മൂലധന നിക്ഷേപം നടത്താൻ കഴിയുന്നത് ആധുനികമായിട്ടുള്ള വൈജ്ഞാനിക മേഖലകളിലാണ്. ആധുനിക വൈജ്ഞാനിക മേഖലകളിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി? ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മൾ അടുത്ത കാലത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള വൈറോളജിയുടെയും അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസസിൻ്റെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ? അതിൻ്റെ ഉദാഹരണമല്ലേ യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും റോബോട്ടിക്സിലും ഒക്കെ ഒരു ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വ്യവസായങ്ങൾ കേരളത്തിലേക്ക്? അതുപോലെ തന്നെ പുതിയ വൈജ്ഞാനിക മേഖലകളിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സംരംഭങ്ങൾ, എത്രത്തോളം പുതിയ വ്യവസായ സ്ഥാപനങ്ങളെയാണ് നമ്മൾ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക്? അപ്പോൾ ഇത് മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായിട്ടുള്ളൊരു വികസന പാതയിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ കേരളം നിർബന്ധമായും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സമയബന്ധിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ജിജു പി. അലക്സ്, ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ബഡ്ജറ്റിൻ്റെ അച്ചടിച്ച കോപ്പി ധനമന്ത്രിയുടെ വസതിയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിജു പി. അലക്സ്, തുടരുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വീൺവാക്കുകളല്ല. ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം പ്രവർത്തനങ്ങളായി നമുക്ക് പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോളജ് ഇക്കോണമിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുക. വലിയ തോതിൽ നൈപുണ്യ വികസനത്തിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിയുന്നത്ര മനുഷ്യരിലേക്ക് ഡിജിറ്റൽ ടെക്നോളജി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ വൈജ്ഞാനിക മേഖലകളിൽ മൂലധന നിക്ഷേപം ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നോളജ് ഇക്കോണമിയുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉയർച്ച നേടാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ വന്നിരിക്കുന്നു. ഈ തരത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അങ്ങനെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബജറ്റിലെ പ്രഖ്യാപനങ്ങളായിട്ട് മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്.